വാർത്തകളിലേക്ക്. കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകിയതിനെതിരെ ഗവർണറെ സമീപിച്ചേക്കുമെന്ന് സൂചന. ഷെറിന് അമിത പരിഗണന ലഭിച്ചുവെന്നും ഉന്നത ബന്ധമില്ലാതെ ഈ പരിഗണന ലഭിക്കുകയില്ലെന്നും ഭാസ്കര കാരണവരുടെ ബന്ധു അനിൽ ഉണമ്പള്ളി പറഞ്ഞു. അനിൽ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. അനിൽ, നമസ്കാരം. നമസ്കാരം. ഇപ്പം ഭാസ്കര കാരണവരുടെ കൊല എന്ന് പറയുന്നത് വളരെ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഒന്നും വാടക കൊലയാളിയെ കൊണ്ടുവന്ന് വീട്ടിലെ മൃഗങ്ങളെ പോലും മയക്കി ഭക്ഷണം കഴിച്ച് കാരണവർ ഉറങ്ങിക്കിടന്ന കാരണവരെ ഏതാണ്ട് വെളുപ്പാങ്കാലത്ത് ജനം ചെറിയനാട് ഗ്രാമപ്രദേശം മൊത്തം ഞെട്ടി ഉണർന്നത് കാരണവർ മരിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ സഹപാഠി ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ വാസുദേവൻ സാർ പെട്ടെന്ന് അവിടെ എത്തി. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പത്മേഷിന്, മറ്റു പ്രദേശവാസികള്, ഞാനും അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം എത്തുമ്പോൾ മുറിക്കകത്ത് മരിച്ചു കിടക്കുന്നവരാണ്. ഇത്ര ദാരുണമായ ഒരു കൊലപാതകം നടത്തിയ ഷെറിനെ അന്നത്തെ ഗവൺമെന്റ് ശ്രീ വി എച്ച് അച്യുതാനന്ദൻ അവറുകൾ IG വിൻസെന്റ് പോൾ, അന്നത്തെ IG വിൻസെന്റ് പോൾ ആയിരുന്നു. മക്കളെല്ലാം അമേരിക്കയിലായിരുന്നു. അവരെല്ലാം വന്നു. ഈ കേസന്വേഷണം വളരെ സത്യസന്ധമായ രീതിയിൽ നടത്തി. മാവേലിക്കര സെഷൻസ് കോടതി, ഫസ്റ്റ് ട്രാക്ക് കോടതി വിധി പറയുകയും ചെയ്തു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഈ ശിക്ഷ കേട്ടതിൽ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തതിൽ സന്തോഷമുണ്ട്. അന്ന് രാഷ്ട്രീയം ഒന്നും അല്ലായിരുന്നു, അന്ന് സത്യസന്ധമായി. ഇന്നും രാഷ്ട്രീയം ഭരണക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇത്ര തിടുക്കത്തിൽ 3 കൂട്ടുപ്രതികളെ ജയിലിൽ 25 കൊല്ലത്തോളം കുറ്റകൃത്യം ചെയ്ത പല ജയിൽ പുള്ളികളും അവിടെ ഉണ്ടായിട്ടും ഇത്ര വേഗം ഗവൺമെന്റിന്റെ മന്ത്രിയുടെ ഒരു ഉന്നത മന്ത്രി ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ പറയുന്നു ജ്യോതികുമാർ ചാമക്കാല മനോരമ കൗണ്ടർ പോയി പറഞ്ഞു ഗണേഷ് കുമാറിന്റെ അറിവോടുകൂടിയാണെന്ന്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഒരു മന്ത്രി ആരായെന്ന് അദ്ദേഹത്തിന്റെ PA ആയിട്ട് ബന്ധപ്പെട്ട് പരോളിൽ വരുമ്പോൾ അങ്ങനെ ഹെൽപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇത്രയും വലിയൊരു കൊടും കുറ്റവാളിക്ക് ഇങ്ങനെയൊക്കെ സഹായമാണെങ്കിൽ നമ്മുടെ കേരളത്തില് 100 കുറ്റവാളികൾ ഇതുപോലെ ഉണ്ടാവും. നല്ല കുറ്റവാളികൾ ഉണ്ടായിട്ടുണ്ട്. തിരുവല്ലയിലെ റെനി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പാസ്റ്ററാണ്. അങ്ങനെ ജയിലിൽ നിയമം പഠിച്ച ഒരു വക്കീലായിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രജ്ഞനായിട്ടുണ്ട്. മറ്റു നല്ല മേഖലകളിൽ വരുന്നുണ്ട്. പക്ഷേ ഈ കൊടും ക്രൂരത ഇപ്പൊ തന്നെ എറണാകുളത്ത് ഗ്രേസി എന്ന് പറയുന്നത് ഒരു തലയ്ക്ക് അടിച്ചു കൊന്ന ഒരു കേസ് ഇന്ന് ഗവർണറുടെ മുമ്പായി പോകാൻ പത്രത്തിൽ കൂടെ. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ കേരളത്തിൽ ശിക്ഷയില്ല. വെളിരാജ്യത്ത് സൗദിയിലെ ശിക്ഷ, വധശിക്ഷ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. യമനിൽ ഇപ്പൊ നിമിഷപ്രിയയുടെ സംഭവം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ അതിന് ശ്രമിച്ചു. അങ്ങനെ ഇവരെ എല്ലാം കുറ്റം ചെയ്തവർക്ക് വെളിരാജ്യത്ത് അർഹമായ ശിക്ഷ കിട്ടും. അതുപോലെ കേരളത്തിലെ ശിക്ഷാ നിയമത്തിൽ ഒരു മാറ്റം വരണം. കുറ്റം ചെയ്തവർക്ക് കഠിന ശിക്ഷ വന്നാൽ കുറ്റകൃത്യം കുറയുമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അനിൽ, എന്തായാലും അത് ഭരണഘടനയെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചുമുള്ളൊരു വിഷയമാണ്. തീർച്ചയായും അതിനനുസരിച്ചുള്ളൊരു നടപടികളൊക്കെ, നിയമ പരിഷ്കരണത്തിലുള്ള നടപടികളൊക്കെ അധികൃതർ എടുക്കട്ടെ. എന്തായാലെങ്കിലും ഒരു സംശയം കൂടി ഇതിൽ ചോദിക്കാനുണ്ട്. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നു 14 കൊല്ലം ജയിലിൽ കഴിഞ്ഞ ഇപ്പോൾ ഈ ഒരു ഷെറിൻ പെട്ടെന്ന് ശിക്ഷ ഇളവ് കിട്ടുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പെട്ടെന്നൊരു തീരുമാനം വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഷെറിന് ഇങ്ങനെയൊരു പരിഗണന ലഭിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു പരിഗണനയ്ക്കായി കരുനീക്കിയിട്ടുള്ളത് എന്നുള്ള തരത്തിൽ എന്തെങ്കിലും സൂചന നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കാരെയെങ്കിലും അത്തരത്തിൽ സംശയമുണ്ടോ? അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ സംശയമില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് മന്ത്രി ഇന്നലെ തന്നെ അറിഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയും, ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ കൗണ്ടർ പോയിന്റ് കിട്ടുന്നു. ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ PA ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഒരു മന്ത്രിയുണ്ട് അല്ലെങ്കിൽ ഉന്നത ബന്ധമുണ്ടെന്ന് പറയുന്നത് നമ്മൾക്കറിയത്തില്ലല്ലോ ആരാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം. അത് ആരാണെങ്കിലും ഇപ്പം അന്വേഷണത്തിൽ പുറത്തു വരും. അനിൽ, അതേപോലെ തന്നെ ഇങ്ങനെയൊരു ശിക്ഷ ഇളവ് താങ്കൾ, അല്ലെങ്കിൽ ഈ ഒരു ഷെറിന് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് കിട്ടുമെന്ന്
താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഭാസ്കരനെ കാരണവരുടെ മറ്റു ബന്ധുക്കൾക്കോ എന്തെങ്കിലും സൂചനയുണ്ടായിരുന്നോ? അതോ ഇത്തരത്തിലൊരു ശിക്ഷ ഇളവ് അറിഞ്ഞത് ഇത് പുറത്തു വന്നതിന് വാർത്ത പുറത്തു വന്നതിന് ശേഷമാണോ താങ്കൾ അറിയുന്നത് അല്ലെങ്കിൽ താങ്കളുടെ കുടുംബാംഗങ്ങളും അറിയുന്നത്? അതെ അതെ, പക്ഷെ അതിന് മുമ്പ് 2 കൊല്ലത്തിന് മുമ്പ് നമുക്കൊരു സൂചന കിട്ടി. ഇറങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് നമ്മുടെ ഒരു അറിവുണ്ട്. ഞങ്ങളോട് പറഞ്ഞു അതുപോലെ മേളിൽ നിന്ന് ഇങ്ങനൊരു പ്രഷറുണ്ട്, ചിലപ്പോ ഇറങ്ങുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്ന് ചോദിച്ചായിരുന്നു. അപ്പം ആരായിരുന്നു താങ്കളോടൊപ്പം ശിക്ഷ അതിനെക്കുറിച്ച് ചോദിച്ചത്? അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? അന്ന് ചാനലുകാരല്ല, ഉദ്യോഗസ്ഥരാണ്. ക്രൈംബ്രാഞ്ച് പോലുള്ള അങ്ങനെ ഞാൻ തോന്നുന്നു ഉദ്യോഗസ്ഥരാണ്. അത് 2 കൊല്ലമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പം പൂർണ്ണമായ ശിക്ഷ കൊടുത്ത മൊത്ത ശിക്ഷ പൂർണ്ണമായിരിക്കണം എന്നാണ് നമ്മൾ അഭിപ്രായപ്പെട്ടു. പക്ഷെ ഇപ്പോൾ വന്ന ഈ വാർത്ത നമ്മള് വാർത്ത വന്നതിന് ശേഷമാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഒരു നീക്കം അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തു നിന്നും ഇനി ഗവർണറെ സമീപിച്ചേക്കുമെന്നും അറിയുന്നു. അതെപ്പോഴത്തേക്ക് സമീപിക്കും? എന്തൊക്കെയാണ് താങ്കൾ ഇനി ഗവർണർക്ക് ധരിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു പരാതിയിൽ ധരിപ്പിക്കാൻ പോകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങൾ സംബന്ധം മക്കളെ അമേരിക്കയിലാണ്. മറ്റേ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ അന്നത്തെ മാവേലിക്കര പബ്ലിക് പ്രോസിക്യൂട്ടർ രാജഗോപാൽ സാറും അദ്ദേഹത്തിന്റെ ജൂനിയർ സുനിൽ മഹേശ്വരൻ പിള്ളയൊക്കെ ആയിരുന്നു. അപ്പം ലീഗലായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഗവർണറെ കാണുന്നതിനെ പറ്റി 2 ദിവസങ്ങളിലെ ശ്രീ രാജഗോപാൽ സാറിനെ നേരിട്ട് കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ്. അദ്ദേഹം കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ഗവർണറെ കാണാം. അങ്ങനെ ഒരു മനസ്സിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭിപ്രായം അറിയണം, അവരുടെ തീരുമാനം എന്താ, മുമ്പോട്ട് പോകണോ എങ്ങനെയാണെന്ന് അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് അത് ചെയ്യുന്നു. നിലവിൽ ഭാസ്കര കാരണവരുടെ കുടുംബാംഗങ്ങൾക്ക് താങ്കൾ അടക്കമുള്ള ബന്ധുക്കൾക്ക് എന്ത് ശിക്ഷ ഷെറിന് കിട്ടണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നിയമ നടപടികൾ അതിന്റെ വഴിക്ക് നടക്കും. എന്തായാലും താങ്കൾ ഷെറിന് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ശിക്ഷ നല്ല ഒരേപോലെ വിധിച്ച 4 പേർക്കും കൂടെ ജീവപര്യന്തം തടവ് വിധിച്ചടത്ത് ആ 3 പേരെ ഒഴിവാക്കി ഈ ഒരാളെ ഇപ്പം ഒരു 4 പേരെ ഒഴിവായിരുന്നെങ്കിൽ നമ്മൾ പ്രതികരിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ വിവാദമാകത്തില്ലായിരുന്നു. ആ 4 പേരെ ഒന്നിച്ച് ശിക്ഷിച്ചു, ഒരേ കൂട്ടിവെച്ച് ശിക്ഷിച്ചാലും ഒരാൾക്ക് മാത്രം ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞൊരു കാര്യം, സ്ത്രീയാണ്, കുഞ്ഞുണ്ട്, ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കുറ്റകൃത്യം ചെയ്യത്തില്ലായിരുന്നു. 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഓർക്കണമായിരുന്നു. ഒരു പച്ചയ്ക്ക് മനുഷ്യനെ കൊല്ലുമായിരുന്നു. ഒരസുഖമില്ലായിരുന്നു, നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒടും ക്രൂരതയാണ് ചെയ്തത്. അപ്പം ഇന്ന് പറയുന്ന കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പൊ ഈ കാരണവർക്ക് വേറെ ഇല്ലായിരുന്നു ആൾക്കാർ. കാരണവർക്ക് വേറെ മക്കളില്ലേ, കുടുംബപരമായ ബന്ധങ്ങളില്ലേ? ഇതെന്താ ആലോചിക്കുന്നുള്ളൂ? കുറ്റം ചെയ്തിട്ട് ഇപ്പം വിങ്ങി പൊട്ടിയിട്ട് കാര്യമുണ്ടോ? തീർച്ചയായും. എന്തായാലും ഗവർണറെ സമീപിക്കും എന്ന് തന്നെയാണ് താങ്കളും പറയുന്നത്. ഇനി അഭിഭാഷകനെ സമീപിച്ച ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞ ശേഷമേ എപ്പോഴത്തേക്ക് ഗവർണറെ സമീപിക്കും, എപ്പോഴത്തേക്ക് പരാതി നൽകും എന്നുള്ളതൊക്കെ പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായും. വളരെ നന്ദി അനിൽ, ഈ ഒരു സാഹചര്യത്തിലും കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിൽ. കാരണവർ വധക്കേസിൽ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകിയതിനെതിരെ ഭാസ്കര കാരണവരുടെ കുടുംബം നീങ്ങുകയാണ്. ഗവർണറെ സമീപിച്ചേക്കുമെന്ന് തന്നെയാണ് സൂചന. ഭാസ്കര കാരണവരുടെ അനന്തരവനായിട്ടുള്ള അനിലാണ് നമ്മളോട് പ്രതികരിച്ചത്. ഷെറിന് അമിത പരിഗണന ലഭിച്ചു എന്നും അതേപോലെ തന്നെ ഉന്നത ബന്ധമില്ലാതെ ഇങ്ങനെ ഒരു പരിഗണന ലഭിക്കുകയില്ലെന്നും തന്നെയാണ് ബന്ധു അനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തറിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ശിക്ഷ ഇളവ് വന്നു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു സൂചന ലഭിച്ചിരുന്നു എന്നും കൂടി ബന്ധു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ശിക്ഷ ഇളവിന് സാധ്യതയുണ്ട്, അതിനൊരു നീക്കം നടക്കുന്നുണ്ട്, അതിൽ താങ്കൾക്ക് എതിർപ്പുണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് എതിർപ്പുണ്ടോ എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ തന്നെ അനിലിനോടും അതേപോലെ തന്നെ ബന്ധുക്കളോടുമെല്ലാം ചോദിച്ചിരുന്നു. അനിലിനോടും അടക്കം ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടെന്നുള്ളൊരു ചെറിയൊരു സൂചന ലഭിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ശിക്ഷ ഇളവിലേക്ക് എത്തിയത് ഏറെ ഞെട്ടിക്കുന്നതാണെന്നും കൂടി അനിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു.